മൈ ചാനൽ. എല്ലാവരും സുഖമല്ലേ? എല്ലാവരും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. 2 ദിവസം കൊണ്ട് എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. വെജ് കുക്കർ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന കുക്കർ പുലാവ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിലിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൾക്കാർക്ക് കുക്കിംഗ് അറിയാത്ത ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ബീൻസ്, പിന്നെ ക്യാരറ്റ്, ഉള്ളി. നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ട് അത്ര എടുത്താൽ മതി. ഉള്ളി, തക്കാളി, പിന്നെ 2 പച്ചമുളക്, മല്ലിച്ചപ്പ്, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ചൂടായിട്ടുണ്ട് ഓയിലിപ്പോൾ. ആ ഓയിൽ എല്ലാതും ഇടാം, എല്ലാതൊന്നും ഇട്ട് കൊടുക്കുക. ഇവിടെ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നൊന്നായിട്ട് ഇടേണ്ട ആവശ്യമില്ല, എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിക്ക് വാടാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പിടുക. എന്നിട്ട് വഴറ്റി കൊടുക്കുക. ഇത് വാടിയതിന് ശേഷം അടുത്ത എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ അത് വാടാൻ തുടങ്ങിക്കണം, വാടിയിട്ടുണ്ട് ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ. ഇപ്പോൾ മസാല എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഹൽദി പൗഡർ, പിന്നെ പുലാവ് പൗഡർ ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല 2 ടേബിൾ സ്പൂണ്, പിന്നെ റെഡ് ചില്ലി പൗഡർ അത് ആവശ്യത്തിന് എടുത്താൽ മതി. നിങ്ങൾക്ക് എത്ര എരിവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ ഗരം മസാല ഇത് ഞാൻ ഇതിലോട്ട് ഇടാൻ പോവാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ബാക്കി പറഞ്ഞു തരാം. മസാല ഫുള്ള് ഇതായിട്ടുണ്ട്, മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ മസാലയുടെ പച്ച മണമെന്ന് മാറുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ കഴുകി വെച്ചിട്ട് ഞാൻ 3 കപ്പ് റൈസ് എടുത്തിക്കണം. അതിനനുസരിച്ചിട്ടുള്ള വെള്ളം എടുത്തിക്കണം. 3 കപ്പിന് 6 ഗ്ലാസ് വെള്ളം എടുത്തിക്കണം. നമ്മൾ ഏതിലാ കപ്പിൽ റൈസ് എടുക്കുന്നത് അതേ കപ്പിൽ വെള്ളം എടുക്കണം. എന്നിട്ടിത് പിന്നെ ഞാൻ പറഞ്ഞു തരാം. ഈ അരിക്ക് ഒഴിച്ച വെള്ളം അത് ഇതിലേക്ക് കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വന്നതിന് ശേഷം ഞാൻ അരിയിട്ട് കൊടുക്കും. എന്നിട്ട് ബാക്കി അരിയിട്ട് കൊടുത്തതിന് ശേഷം ഒറ്റൊരു വിസിൽ റൈസ് വേവും. നമ്മൾ എങ്ങനെ വേവില്ലാത്തതും കുറഞ്ഞതും ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. നമ്മൾ എങ്ങനെ വേവുന്ന അരി എങ്ങനെ വേവുന്ന അതിനനുസരിച്ചിട്ട് വിസിൽ വയ്ക്കാം. എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞു തരാം. ഇവിടെ വെള്ളം തളിച്ചിട്ടുണ്ട്. ഇനി റൈസ് ഇടാൻ പോവുക. റൈസ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ കുക്കർ വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം പുലാവ് എങ്ങനെ ആയിട്ടുണ്ട്. ഇവിടെ വെജ് പുലാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുക്കറിൽ വിസിലൊക്കെ എടുത്തതിന് ശേഷം വെജ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെജ് പുലാവ് റെഡി ആയിട്ടുണ്ട്. കുക്കർ വെജ് പുലാവ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്യാം. എന്നാൽ വിവരം അറിയിക്കാം കമൻറ്റിലോട്ട്. നമുക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടിക്കണോ എന്താ കാര്യങ്ങളൊക്കെ. എന്നിട്ട് തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബർ ബട്ടൺ ഞെക്കിയിട്ട് ഒന്ന് ബെല്ലൈക്കൺ മറക്കാതെ ബെല്ലൈക്കൺ അമർത്തിയിട്ടൊന്ന് കൊടുക്കുക. ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം. ബൈ ബൈ.